പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ ശ്ലോകങ്ങൾ. ഇവിടെ ഒന്നാം ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആ ശ്ലോകം ശ്രദ്ധിക്കുക. കഷ്ടാതേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ ദൈവമദ്യാഭിജാനേ നോ ചേജ്ജീവഃ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം. കഷ്ട തേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഖേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ നോ ചേത് ജീവാഹ കഥം വാ മധുരതരം ഇദം ത്വദ്വപുഃ ഛിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം. ഹേ അജിത തേ സൃഷ്ടിജ്യേഷ്ഠ കഷ്ട ജീവഭാജാം ബഹുധരഭവഖേദാവഹ ഇതി ഏവം മയാ പൂർവം ആലോചിതം അദ്യ ന ഏവം അഭിജാനേ നോ ചേത് ജീവാഹ ഛിദ്രസാർദ്രം മധുരതരം ഇദം ത്വദ്വപുഃ നേത്രൈഃ ശ്രോത്രൈഃ പീത്വാ പരമരസസുധാംബോധിപൂരേ കഥം രമേരൻ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലയോ യാതൊന്നിലും കീഴ്പ്പെടാത്തവനെ, അങ്ങയുടെ സൃഷ്ടിവ്യാപാരങ്ങൾ ലോകർക്ക് പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള സംസാര ദുഃഖങ്ങൾക്ക് കാരണമാണെന്ന് ഞാൻ മുമ്പ് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ല. അങ്ങ് സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ജീവികൾ ജ്ഞാനവും ആനന്ദവും കിനിയുന്ന മനോഹരമായ അങ്ങയുടെ ഈ ശരീരത്തെ കാതുകളാലും കണ്ണുകളാലും അമൃതസമുദ്രത്തിൽ കിടന്ന് ആനന്ദിക്കുക? വളരെ മനോഹരമായ ഒരു ശ്ലോകമാണിത്. ഇതിൻ്റെ സാരാംശം പൂർണ്ണമായും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗ്രഹിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമസ്തേ.